ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ്. ഐ ആം നിസ്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. A to Z കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട കാർഡ്സും സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഒന്നെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിന്നീട് കമൻ്റായിട്ടോ എങ്ങനെയാണെങ്കിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് വേണ്ട സ്റ്റിക്കേഴ്സും കാർഡ്സൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഗിഫ്റ്റ് റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗിഫ്റ്റ് റാപ്പ് 10 to 20 റുപ്പീസാണ് റേറ്റ് വരുന്നുള്ളത്. കോമൺലി 20 റുപ്പീസൊക്കെ വരുന്നുണ്ട്. 10 റുപ്പീസിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 10 റുപ്പീസാണെന്ന് തോന്നുന്നു. 10 റുപ്പീസ് ഓർ 15 റുപ്പീസ് അങ്ങനെയാണ് വരുന്നുള്ളത്. അധികം യൂസ് ആക്കുന്നുള്ളത് 20 റുപ്പീസിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബോക്സിലേക്ക് ഒരു കാർഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഗിഫ്റ്റ് റാപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. 2 മെത്തേഡല്ല, ഒന്ന് വിത്തിൻ സ്റ്റേറ്റും ഒന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റും എങ്ങനെയാണ് ഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ വിത്തിൻ സ്റ്റേറ്റാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നുള്ളത്. വിത്തിൻ സ്റ്റേറ്റ് ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് മാത്രം ചെയ്താൽ മതിയാവും. പ്രൊഡക്റ്റ് ഡാമേജ് ഇല്ലാതെ തന്നെ നമുക്ക് ചെറിയ ചിലവിൽ തന്നെ ചെറിയ പാക്കിംഗ് ചിലവിൽ തന്നെ നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് ഒരു കവറിലാക്കി കൊടുക്കുകയോ. അപ്പോൾ ഞാൻ ഇതെന്ന് വെച്ചെങ്കിൽ സൗദിയിൽ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായതാണ്. നമ്മളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഷീറ്റാണ്. ഇതാകുമ്പോൾ നമുക്ക് ഏത് സൈസിലുള്ള ബോക്സ് ആണെങ്കിലും ഇത് വെച്ചൊന്ന് കവർ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കവറ് അതിന് കറക്റ്റായ സൈസ് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു ഷീറ്റ് മാത്രം മതി കേട്ടോ. വിത്തിൻ സ്റ്റേറ്റ് അയക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ സെല്ലോ ടാപ്പ് കൊടുത്താൽ മാത്രം മതിയാവും. അല്ല, കവറ് ഇതിൽ നമുക്ക് നമ്മുടെ ബോക്സിന് കറക്റ്റായ സൈസിലുള്ള കവറുണ്ടെങ്കിൽ അത് യൂസ് ആക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നാട്ടിൽ നിന്നാണെങ്കിലും ഇങ്ങനെ ഷീറ്റൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ബൈൻഡൊക്കെ വെച്ചിട്ട് ബ്രൗൺ കളർ ബൈൻഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബൈൻഡൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് എടുത്താലും മതിയാവും. പക്ഷെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ കുറച്ച് കംഫർട്ടും കുറച്ചൊരു സേഫ്റ്റിയും തോന്നിയിട്ടുള്ളത് ഈ ഒരു റാപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതും യൂസാക്കാൻ പറ്റുന്നതാണ്. അത് യൂസാക്കിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് എങ്ങനെ നമുക്ക് കൊറിയർ സേഫ്റ്റ്ലി അയക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിലും നമ്മുടെ നിയറസ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇത്രയൊന്നും പാക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതൊക്കെ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്റ്റേറ്റിലൊക്കെ അയക്കുമ്പോൾ നമുക്ക് നല്ല സേഫ്റ്റി പാക്കിംഗ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ നിന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. പിന്നെ അതിന് ശേഷം മാത്രമാണ് ഗിഫ്റ്റ് റാപ്പിംഗ് കൊടുക്കുന്നുള്ളത്. അത് നമ്മുടെ ബോക്സ് പൊട്ടാതിരിക്കാൻ കുറച്ചുകൂടി നല്ലതാണ് ഇങ്ങനെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് തമിഴ്നാടോ അതുപോലെ കർണാടക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്രമാത്രം ഒരു പാക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 തെർമോക്കോൾ 2 സൈഡിലായിട്ട് വെച്ചാൽ തന്നെ മതിയാവും. അല്ല, ഡൽഹി അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു സേഫ്റ്റി പാക്കിംഗ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബോക്സ് ഫുൾ ഡാമേജ് ആയിട്ട് മാത്രമേ എത്തത്തുള്ളൂ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. അപ്പം ഡൽഹി, ആന്ധ്രാപ്രദേശ് അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നിങ്ങളുടെ ഫോം ബോർഡ് വെച്ചിട്ടുള്ള ബോക്സ് അയക്കുന്നതെങ്കിൽ എന്തായാലും ഈ ഒരു പ്രിക്കോഷൻസ് എടുക്കുക. അല്ല, കാർഡ്ബോർഡ് ഷീറ്റ് വെച്ചിട്ട് ഉള്ള ബോക്സ് ആണെങ്കിൽ ഇത്രയൊന്നും സേഫ്റ്റി പാക്കിങ് ആവശ്യമില്ല. ഇങ്ങനെ റാപ്പ് ചെയ്തതിന് ശേഷം നല്ല തിക്കായിട്ടുള്ള തിക്കായിട്ടുള്ള തെർമോക്കോൾ നമുക്ക് വാങ്ങാൻ കിട്ടും. തിന്നായിട്ടുള്ളത് കാര്യമില്ല, തിക്കായിട്ടുള്ള തെർമോക്കോൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ സൈസിലേക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോഴും ജസ്റ്റ് മുകളിലും താഴെയും മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാ വശത്തും കറക്റ്റായിട്ടൊന്ന് തെർമോക്കോൾ വെച്ചിട്ടൊന്ന് കറക്റ്റൊന്ന് സെറ്റ് ചെയ്തെടുക്കുക.
പിന്നെ നിയറസ്റ്റ് സ്റ്റേറ്റൊക്കെ ആണെങ്കിൽ രണ്ട് ഭാഗത്ത് തെർമോക്കോൾ വെച്ചാൽ മതിയാകും. അല്ല ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കുറച്ച് ലോങ് ആയിട്ടുള്ള സ്റ്റേറ്റൊക്കെ ആണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് അയക്കാൻ നോക്കുക. കാരണം നമുക്കൊരു കസ്റ്റമർ ഓർഡർ തരുമ്പോൾ നമ്മൾ ചെയ്ത ഗിഫ്റ്റൊക്കെ പെർഫെക്റ്റ് ആണെങ്കിലും അവർക്കത് ഡാമേജ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ അയക്കുന്നവർക്കാണെങ്കിലും കിട്ടുന്നവർക്കാണെങ്കിലും സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഈ കൊറിയർ ഡാമേജ് ആവുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 100% നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഓർത്തൊരു സങ്കടം വേണ്ടെന്നല്ല, നമുക്ക് ഡാമേജ് ഒരുപാട് കുറക്കാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് DTTC ആണ്. അപ്പോൾ DTTC എന്ന് വെച്ചെങ്കിൽ വിത്തിൻ കേരള ഒറ്റ വണ്ടിയിൽ തന്നെയാണ് സാധനം എല്ലാ സ്ഥലത്തേക്കും എത്തുന്നുള്ളത്. പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആകുമ്പം വണ്ടി മാറുന്നതിനനുസരിച്ചിട്ട് ഡാമേജ് ആവാനുള്ള ചാൻസും കൂടും. ഒരു വണ്ടിയിൽ നിന്ന് മറ്റൊരു വണ്ടിയിലേക്ക് അവർ വലിച്ചെറിയുകയാണ് ചെയ്യുന്നുള്ളത്. അതാണ് ശരിക്കുള്ള സത്യാവസ്ഥ. അപ്പം ഡാമേജ് പിന്നെയും കൂടും. പിന്നെ ലോങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ പിന്നെയെന്ന് വെച്ചെങ്കിൽ റോഡ് വഴി മാത്രമല്ല പോകുന്നുള്ളത്, ബാക്കി ഫ്ലൈറ്റിലൂടെയാണ് അവിടത്തേക്ക് സാധനം എത്തുന്നുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചാകുമ്പം അറിയാൻ പറ്റിയ കാര്യമാണ്. അപ്പം ചിലപ്പം നിയറസ്റ്റ് സ്റ്റേറ്റൊക്കെ ആണെങ്കിൽ റോഡ് വഴി തന്നെയായിരിക്കും പോകുന്നത്, ബാക്കിയുള്ളതൊക്കെ ഫ്ലൈറ്റ് വഴിയാണ് പോകുന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പാക്കിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡാമേജ് ആയിട്ടേ എത്തുന്നുള്ളൂ. ഒരുപാട് അയച്ചിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് ഈ കാര്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഫ്ലൈറ്റ് വഴിയൊക്കെ ഇങ്ങനെ കൊറിയർ പോകുന്നുണ്ട് എന്നുള്ളത്. വിത്തിൻ കൺട്രി അങ്ങനെയാണ് പോകുന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇതുപോലെയുള്ള പാക്ക് കൊടുത്താലേ കുറച്ചെങ്കിലും ഡാമേജ് കുറക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോഴും പറയുന്നത് ഡൽഹിയൊക്കെ ആണെങ്കിൽ ഫുൾ ഡാമേജ് ഇല്ലാതെ കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല പോസിബിൾ ആണോ എന്നുള്ളത് എല്ലാ കാര്യത്തിൽ ഈ ഒരു ഫോം ബോർഡിൻ്റെ കാര്യത്തിൽ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അയക്കുമ്പം ഒരുപാട് നല്ല രീതിയിൽ അയക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഡാമേജ് കുറക്കാൻ പറ്റുന്നുണ്ട്. മീൻസ് ബോക്സൊക്കെ പൊട്ടിപ്പോകുന്നത് കുറക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇങ്ങനെ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഡൽഹി അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്ത് നല്ല രീതിയിൽ റാപ്പൊക്കെ ചെയ്തിട്ട് അയക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.